ബിഗ് മൗത്ത് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ എപ്പിസോഡാണ്. എന്താണ് ഫ്രണ്ട്സ് വിത്ത് സീരിയസിലെ അടുത്ത ഒരു അതിഥിയാണ് നമ്മുടെ. അപ്പോൾ എൻ്റെ പേര് ഷാൻ, ഞാൻ അജ്മൽ, ഞാൻ നിങ്ങളുടെ സ്വന്തം സ്നോബി. അപ്പോൾ നമ്മുടെ ഗസ്റ്റിനെ പരിചയപ്പെടുത്താം. ഇതാണ് ആദിൽ, നമ്മുടെ എല്ലാം അനുജനാണ്. നമ്മുടെ ഇവിടെ ഉള്ളത് തന്നെ കളിച്ചു വളർന്ന, അതായത് ഫ്രണ്ട്സ് എന്നാലും നമ്മുടെ ഫ്രണ്ടിൻ്റെ അനിയൻ, നമ്മുടെ അനിയൻ. അപ്പോൾ നമുക്ക് ആദിലിനെ വെൽക്കം ചെയ്യാം ബിഗ് മൗത്ത് പോഡ്കാസ്റ്റിലേക്ക്. അപ്പോൾ എന്തിനായിരിക്കും നമ്മൾ ആദിലിനെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ അത് സ്നോബി സജീവം. ആദിൽ അവന് എത്ര വയസ്സുണ്ടോ നിനക്ക്? 19 വയസ്സിൽ തന്നെ അവൻ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. വേറൊന്നിലും അല്ല, അവനൊരു കരാട്ടെ അത്ലറ്റാണ്. കരാട്ടെ അത്ലറ്റുമാണ്, കോച്ചിങ്ങും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പം നമുക്ക് അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങൾ ചോദിക്കാം. അപ്പോൾ ചോദിച്ചോളാം. ഓക്കെ, അത് തന്നെ. അപ്പം ആദിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുക. എൻ്റെ പേര് ആദിൽ. ഇങ്ങനെ എൻ്റെ പേര് ആദിൽ. പിന്നെ എന്തൊക്കെ ഇൻട്രൊഡക്ഷൻ എന്തൊക്കെ ഉൾപ്പെടുത്തും? അല്ല, നീ വർക്ക് ചെയ്യുന്നത് മീൻസ് പഠിക്കുന്നത്, അതെല്ലാം ഉൾപ്പെടുത്തണം. അങ്ങനെയല്ല, നീ ഇപ്പം നോർമലായിട്ട് എന്താണ്? ഞാൻ എൻ്റെ പേര് ആദിൽ. ഞാനിപ്പം ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെക്കൻഡ് ഇയർ ബികോം. കരാട്ടെ ഒരു 9 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ അത്ലറ്റാണ്. ഒപ്പം ഒരു കോച്ചും ആണ്. സ്വന്തമായിട്ടൊരു ക്ലബ്ബും ഉണ്ട്. പിന്നെ പല സ്ഥലത്ത് ട്രെയിനറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആദിൽ 19 വയസ്സിൽ സ്വന്തമായി ഒരു കോച്ചാണ്, ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ലറ്റാണ്. അപ്പോൾ ഇത്രയും അച്ചീവ്മെൻറ്റ്സ് അതിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശേഷങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ആദിലിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിലാണ് അതിൽ സ്പെസിഫൈ ചെയ്യുന്നത്? എന്താണ് അതിൽ ഫോളോ ചെയ്യുന്ന പാഷൻ മെയിൻലി സ്പോർട്സ് ആണ്. പിന്നെ ബിസിനസ്സിലേക്ക് ചെറിയ താല്പര്യമുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. ഈ സ്പോർട്സിൽ തന്നെ ഏതാണ്? നമുക്ക് കരാട്ടെ, തൈക്കൊണ്ടോ, അങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട്. കരാട്ടെ തന്നെയാണ്. തൈക്കൊണ്ടൊക്കെ വേറെ സെപ്പറേറ്റ്, കരാട്ടെ വേറൊരു സ്പോർട്ടാണ്. അപ്പോൾ മെയിനായിട്ട് കരാട്ടെ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് വരാനുള്ള ആദിലിൻ്റെ ഒരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു പാഷൻ വരാനുള്ളൊരു സംഭവം? തുടക്കത്തിൽ കരാട്ടെ ഭയങ്കര പാഷനേറ്റായിട്ടല്ല സ്റ്റാർട്ട് ചെയ്തെങ്കിലും, സ്റ്റാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേ ഈ അത്ലറ്റിക്സ് സ്പോർട്സിലൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ചെറുതിലെ 1ാം ക്ലാസ് 2ാം ക്ലാസ് മുതൽ തന്നെ ഈ സ്കൂൾ ഗെയിംസ് അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ സ്കൂളിൽ നിന്ന് അങ്ങനെ പോയിരുന്നു. അത്ലറ്റിക്സിന്, ഓട്ടത്തിനും ഈ ചാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് വരെയൊക്കെ ഇതൊക്കെ നല്ലോണം പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നെ അത്യാവശ്യം ഫുട്ബോൾ കളിക്കാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അന്ന് ഫുട്ബോൾ കളിച്ച് ഏതെങ്കിലും ഒരു അക്കാഡമി ജോയിൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇന്നത്തെ പോലെ അന്ന് കാര്യങ്ങളൊന്നും, അക്കാഡമീസും ടർഫും ഒന്നും ഇല്ലായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അന്ന് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. പിന്നെ 5ാം ക്ലാസ്സിൽ സ്കൂളിൽ ഇതുപോലെ കരാട്ടെ പഠിപ്പിക്കാൻ ഒരു മാഷ് വരുന്നുണ്ട്. അപ്പോൾ പോകാമെന്നുള്ള ആഗ്രഹത്തിൽ കൂട്ടുകാരോടെ കൂടി അങ്ങ് പോയി തുടങ്ങിയതാണ്. പിന്നെ അവിടെ കുറച്ച് നാൾ സ്കൂളിൽ കരാട്ടെ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം എൻ്റെ കോച്ച് പറഞ്ഞു, കോച്ചിൻ്റെ തൊട്ടടുത്ത് സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ലബ്ബ് ഉണ്ട് അവിടെ. അപ്പോൾ ഒരു ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നതെന്നുള്ള കാര്യം ചോദിച്ചു. പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി അന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്, എന്നിട്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നോക്കിയിട്ട് ബാക്കി മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു ദിവസം പ്രാക്ടീസിന് പോയി, ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ അഡ്മിഷൻ എടുത്തു. പിന്നെ ഇതുപോലെ കുറച്ച് നാൾ പോയി. പ്രാക്ടീസൊക്കെ ഒന്ന് നല്ലോണമായി വന്നപ്പം കൊറോണ വന്നു, എല്ലാം നിന്നു, സ്റ്റോപ്പായി. പിന്നെ കൊറോണ കഴിഞ്ഞ്, കൊറോണ ടൈമിൽ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഫുൾ കോച്ചസ് ഒരുപാട് വർക്ക് ചെയ്തു കുട്ടികളെ കൊണ്ട് പരിശീലിപ്പിക്കാൻ. പക്ഷേ കുട്ടികൾ ഇത് കണക്കാണല്ലോ, അത് നമുക്ക് അറിയാം. ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ അധികം കാര്യമായിട്ട് എടുക്കത്തില്ല, ബാക്കി ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ കൊറോണ കഴിഞ്ഞിട്ട് മെല്ലെ വീണ്ടും റീസ്റ്റാർട്ടായി. പിന്നെ മത്സരങ്ങളൊക്കെ മെല്ലെ സ്റ്റാർട്ടായി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ വർഷം എനിക്ക് മത്സരത്തിന് ഇറങ്ങാൻ പറ്റിയില്ല. ഞാനപ്പോൾ കുറച്ച് അലസതയായിട്ട് കാര്യങ്ങളായിട്ട് പോയിട്ട് തവണ ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് മത്സരത്തിന് ചെറിയ രീതിയിൽ ഇറങ്ങി തുടങ്ങുന്നത്. പിന്നെ പ്രാക്ടീസ് മത്സരത്തിനൊക്കെ ഇറങ്ങിയപ്പോൾ സ്പിരിറ്റ് കൂടി, വീണ്ടും കൂടുതൽ അച്ചീവ്മെൻറ്റ് വീണ്ടും ഇതാക്കണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല സപ്പോർട്ട്, ടീമിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാക്ടീസിൻ്റെ കാര്യങ്ങളിലായാലും എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായാലും കോച്ചസ് ആയാലും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പ്രാക്ടീസിന് പോയി തുടങ്ങി, പുതിയ പുതിയ സ്കില്ലുകൾ പഠിച്ച്
ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വന്നു തുടങ്ങി. ഓരോ ദിവസം ആകുമ്പോഴും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മത്സരത്തിന് ഇറങ്ങി. പിന്നെ ഒഫീഷ്യലി ആദ്യമായിട്ട് സ്കൂൾ ഗെയിംസിനാണ് ഇറങ്ങുന്നത്. KTCT സ്കൂളിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് പോകുന്നത്. അന്ന് ഫസ്റ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻ ആവുന്നത് 10ാം ക്ലാസ്സിൽ നിന്നാണ്. ഫസ്റ്റ് മത്സരത്തിന് ഒഫീഷ്യലായിട്ട് ആദ്യമായിട്ട് ഇറങ്ങുന്ന മത്സരം സ്കൂൾ ഗെയിംസ് ആയിരുന്നു. അതിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആവാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് നാഷണൽസ് ആ തവണ നടത്തിയില്ല. ആ തവണ മാത്രം അവർ നടത്തിയില്ല, അതിന് മുന്നേയും പിന്നെയൊക്കെ നടത്തി. ആ തവണ അവർ നാഷണൽസ് നടത്തിയില്ല, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അന്ന് എന്തോ വിഷയമൊക്കെ ആയിട്ട് നടത്തിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം മത്സരങ്ങൾക്ക് പോയി. പിന്നെ അതിനുശേഷം ജില്ലാ മത്സരത്തിൽ ജയിച്ചു. പിന്നെ കുറച്ച് ഓവർ കോൺഫിഡൻസ് കാരണം സ്റ്റേറ്റ് മത്സരത്തിൽ തോറ്റ്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു, ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. കയറി പീക്ക് ലെവൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തോറ്റു. അന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു, ഈഗോയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി സ്പോർട്സ്മാൻ സ്പിരിറ്റിലോട്ട്. ക്യാരക്ടറൊക്കെ മൊത്തത്തിൽ മാറി. വലിയൊരു ലൈഫ് സ്റ്റൈൽ മൊത്തത്തിലൊരു ചേഞ്ച് ഡെവലപ്മെൻ്റ് ഉണ്ടായി. അല്ല, അപ്പോഴത്തേക്ക് നമുക്ക് ഇതിപ്പോൾ എങ്ങനെ ഇത്രയും പാഷനേറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്ന് വെച്ചാൽ നമ്മൾ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നല്ലോണം ഇടി കിട്ടും. എൻ്റെ ഒരു ഇതിലൊക്കെ നല്ല ഇടി കിട്ടും, അപ്പോൾ നമുക്ക് വേദനിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? മനസ്സിലായി. ഇടി കിട്ടും, അതായത് കരാട്ടെ ചെയ്യുമ്പോൾ ഇടി അല്ല, നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴല്ല അങ്ങനെയൊക്കെ ചെയ്യും. കരാട്ടയിൽ ഒന്നാമത്തെ നമ്മൾ മുഴുവൻ സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്തിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ നമ്മൾ ഫൈറ്റ് പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ ഫുൾ എക്യുപ്മെൻറ്റ്സ് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഉണ്ടായിരിക്കും. ഇതിപ്പോൾ നമുക്കൊരു സാധാരണ ഒരാൾക്ക് ഇത് പഠിക്കേണ്ട ആവശ്യകത ഉണ്ടോ? സാധാരണ ഒരാൾക്ക് പഠിക്കേണ്ട ആവശ്യകത ഉണ്ട്. വേറെ ഒരു ആക്ടിവിറ്റിയും ചെയ്യുന്നില്ലെങ്കിൽ ആവശ്യകത സത്യം പറയാൻ ഉണ്ട്. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ എല്ലാവരും എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ ഏത് ആക്ടിവിറ്റീസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. കരാട്ടെ തന്നെ ആവണമെന്നില്ല. അപ്പോൾ അതിൽ കരാട്ടയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കരാട്ടെ ചെയ്യാം. പക്ഷേ അല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ പറയും സെൽഫ് ഡിഫെൻസ്, അതായത് ഇപ്പോൾ ലേഡീസിനായാലും ആർക്കായാലും സെൽഫ് ഡിഫെൻസ് ടെക്നിക്സ്, അങ്ങനെ ഇത് പഠിച്ചത് കൊണ്ട് സെൽഫ് ഡിഫെൻസ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ ഒരു ചെറിയൊരു മണ്ടത്തര ഐഡിയ പ്രചരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാഴ്ചത്തെ ക്ലാസ്സിന് പോയി ഇവിടെ പിടിക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചില്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ ബുക്ക് കാണാതെ പഠിച്ചു വെച്ചാൽ ജീവിതത്തിൽ മൊത്തം ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം ഇതിൽ നടക്കില്ല. കാരണം നമുക്ക് കോമൺ സെൻസ് യൂസ് ചെയ്താൽ മനസ്സിലാവും. ഒരാൾ ഒരു അടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്നിക്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് അവിടെ നടക്കില്ല. അപ്പോൾ നമുക്ക് അവിടെ നമ്മളുടെ ശരീരവും മനസ്സും ഒരുപോലെ വർക്ക് ചെയ്ത് അവിടെ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യാമെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ആളുടെ മർമ്മത്തിലൊക്കെ പെട്ടെന്ന് ഒരു അടി കൊടുത്തിട്ട് രക്ഷപ്പെടാനുള്ള ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ അവിടെ ഈ സ്റ്റെപ്പൊന്നും നോക്കി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസും വർക്കിംഗ് ഉണ്ടെങ്കിൽ ഇത് നടക്കത്തുള്ളൂ. അല്ലാതെ ഒരു തവണ പഠിച്ച് നിർത്തി ജീവിതകാലം മുഴുവൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് പാടായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ബുദ്ധി യൂസ് ചെയ്ത് നമ്മളെ മൈൻഡ് എത്തണ സ്ഥലത്ത് ബോഡി എത്തണം എന്നുള്ളൊരു ഇത് പറയൂലേ, അതുപോലെ എത്തുകയാണ്. ഇപ്പോഴ് നീ പറഞ്ഞില്ലേ കുറച്ച് ഡിസിപ്ലിൻ ആവാൻ പറ്റി, ക്യാരക്ടർ മൊത്തം ചേഞ്ച് ആയി, അത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയി. ഇപ്പം നോർമലി നമ്മുടെ ഒരു ആൾക്കാരെന്ന് വെച്ചാൽ ആമ്പിള്ളേർ ജനറലൈസ് ചെയ്തല്ല, പെൺപിള്ളേരായ തന്നെ ഇപ്പം സെൽഫ് ഡിസിപ്ലിൻഡ് ആവാനായിട്ട് മെയിനായിട്ട് ജിമ്മിലാണ് പോകുന്നത്. അപ്പോൾ ഈ ജിമ്മിൽ പോകുന്നതും ഒരു മാർഷൽ ആർട്ട് പഠിക്കുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിനക്ക് എന്താ ഫീൽ ചെയ്തിട്ടുള്ളൂ ആസ് എ കോച്ച്? ആസ് എ കോച്ച് ജിമ്മിൽ പോകുന്നത്, കരാട്ടയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട്. ജിമ്മിൽ പോകുന്നത് ഓരോരുത്തരും ഓരോ ഡിസിപ്ലിൻ ആവാനായിട്ട് ജിമ്മിൽ പോകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നതും ഒരു കാര്യമാണ്. മാർഷ്യൽ ആർട്ടിൽ നിന്ന് എങ്ങനെ ഡിഫറൻ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറൻ്റ് അല്ലേ. ജിമ്മെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു വെയിറ്റ് ട്രെയിനിങ്, ഒരു ബോഡി രണ്ടും തമ്മിൽ മെന്റാലിറ്റിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിലെന്താണ് നിൻ്റെ ഒരു ഐഡിയ? അതിൽ ഐഡിയ മീൻസ് ഇപ്പം നമ്മൾ ഇതിൽ പോണ സെൽഫ് ഡിഫെൻസ് എന്ന് വെച്ചാൽ ഇപ്പം നീ പറഞ്ഞു കഴിഞ്ഞ് ഒരു ഇത് എന്തോന്നാണ്, ഒരു സ്റ്റെപ്പ് വൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ജിമ്മിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇതേ കണക്ക് ഒന്ന് ഓക്കെ ആവാം എന്നല്ലാതെ മെൻറ്റാലിറ്റിയിൽ അങ്ങനെ ചേഞ്ച് വരാൻ വലിയ സാധ്യതയില്ല. അപ്പോൾ ഈ ഒരു മാർഷൽ ആർട്ടും കൂടെ ആകുമ്പോഴത്തേക്ക് മെൻറ്റാലിറ്റിയിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുത്തം വന്നാൽ ഇടിച്ചിടാം, അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ ഇതിനൊക്കെ എന്താണ് ഒന്നാമത്തെ ഈ ഒരുത്തം വന്നാൽ ഇടിച്ചിടുക എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ സത്യം പറയാൻ ഒരു മണ്ടത്തരമാണ്. നേരെ നമ്മൾ ആദ്യം ചിന്തിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഞാൻ പോയി അടി ഉണ്ടാക്കിയിട്ട് അവിടെ മാസം ഞാൻ ചോദിച്ചത്. അതിന് പകരം നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ അതിൽ നിന്ന് ഒഴിവാവാം, അല്ലെങ്കിൽ പ്രശ്നം നടക്കാതെ എങ്ങനെ വരാന്നാണോ ആദ്യം നോക്കാനായിട്ട്. പ്രശ്നം ഉണ്ടാക്കി ഇടിച്ച് മാസം കാണിക്കുക എന്നുള്ളത് ഭയങ്കര. അതിപ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അടുത്തിടെ കണ്ട ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ഇടി നടന്നാൽ അല്ലെങ്കിൽ ഒരു ഇത് അറ്റാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ എടുത്തിട്ട് അടിച്ച് പിരിക്കാൻ നമ്മളവിടെ നമുക്കങ്ങനെ ടെക്നിക്സ് യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഒരു മാസം അടി നടന്നു, അല്ലെങ്കിൽ ഒരു 2 പേര് തമ്മിൽ അടി നടന്നു, നമുക്കങ്ങനെ യൂസ് ചെയ്യാൻ ആ സമയത്ത് അത് നടക്കുമോ? 5-10 പേരുടെ കൈ ഒരുമിച്ച് വരാൻ നേരത്ത് നമുക്ക് കൈയും കാലം അനക്കാൻ പോലും പറ്റത്തില്ല. അതിന് എത്ര ഇതായാൽ പോലും നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ കുറച്ച്
സാധാരണ ഒരാളെക്കാളും ചിലപ്പം മേ ബി ഒരു കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കാം. പക്ഷേ കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടി കൂടുന്നതിൻ്റെ ഇടയ്ക്ക് അത് നടക്കില്ല. ഇതാണ് പറയുന്നത്, ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ഒന്നാമത്തെ ഡിസിപ്ലിൻ ഉണ്ടാവുന്നതിൽ. ഓക്കെ, അത്രയും വർഷത്തെ എക്സ്പീരിയൻസും അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ളതല്ലേ. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓടെങ്കിലും ഓടുന്നത് ഒരു ഇതാണ്, സെൽഫ് ഡിഫെൻസ് ആണ്. അത്യാവശ്യം ഫിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റൂ. അൺഹെൽത്തി ആയിട്ടുള്ള നിങ്ങളൊക്കെ ഓടുകയാണെങ്കിൽ അതെ അതെ. അതുമാത്രമല്ല, ഈ ഇത് ഇപ്പോൾ ഇങ്ങനെ ഇതിന് പോകുമ്പോൾ നമ്മളുടെ ഫുഡ് കറക്റ്റ് ആവും, ലൈഫ് സ്റ്റൈൽ. നമ്മൾ ഈ ഫുഡ് കാണുന്നതെല്ലാം വലിച്ചു വാരി തിന്നിട്ട് കിടന്ന് ഉറങ്ങി അതില്ല, നമ്മൾ സ്ലീപ്പ് കറക്റ്റ് ആക്കും, ഡയറ്റ് കറക്റ്റ് ആക്കും, ഡിസിപ്ലിൻ മൊത്തത്തിൽ മാറും. പിന്നെ നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കും അച്ചീവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന സമയത്ത് ഒരു മത്സരം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. എനിക്കിപ്പോൾ ഒരു കാറ്റഗറി തന്നെ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ 40 കിലോയാണ്. അപ്പോൾ എനിക്ക് അടുത്ത വർഷം 50 കിലോയിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ഒരുപാട് ഡിസിപ്ലിൻ കിലോയിൽ അല്പം കൂടിയാൽ തന്നെ ആ കാറ്റഗറി 200 ഗ്രാം വരെയാണ് ബോയ്സിന് കൺസെഷൻ ഉള്ളത്, ഗേൾസിന് 500 ഗ്രാം വരെയാണ്. അതിനപ്പുറത്തോട്ട് ഇപ്പുറത്ത് 1 ഗ്രാം വന്നു കഴിഞ്ഞാലും മത്സരിക്കുന്ന കാറ്റഗറിയിൽ നിന്ന് 200 ഗ്രാമും കൂടെ അധികം കൂടിയാലും ബോയ്സിന് കുഴപ്പമില്ല, ഗേൾസിന് അതുപോലെ 500 ഗ്രാം, അര കിലോ അത് തന്നെ. അത് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ചു കാലം മുന്നേ മറ്റേ ഒളിമ്പിക്സിൽ വിഷയക്കാൽ നടന്നില്ല, സെയിം അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആണ് അതൊക്കെ എല്ലാ കാര്യങ്ങളും. ഇതിനിപ്പോൾ ഏതൊക്കെ ലെവലാണുള്ളത്? നമുക്കിപ്പോൾ ഒരു കോമ്പറ്റീഷന് പോകണമെങ്കിൽ ആദ്യം സ്റ്റേറ്റ് ലെവലാണോ? അല്ലല്ല, ആദ്യം അത് ഡിസ്ട്രിക്ട് ലെവൽ, സബ് ഡിസ്ട്രിക്ട് ലെവലുണ്ട് സ്കൂൾ ഗെയിംസ് അങ്ങനെയുള്ള മത്സരങ്ങളിൽ. അല്ലാതെ അസോസിയേഷൻ്റെ മത്സരങ്ങളിലാണെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽസ്. നാഷണലാണ് ലാസ്റ്റ് ഉള്ളത്. അല്ല, അതിനപ്പുറത്തേക്കും പോകാം. പക്ഷേ നമ്മളുടെ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾക്ക് ഇപ്പോൾ ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം കുറച്ച് പ്രശ്നങ്ങളായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് പാഷനായിട്ട് ഫോളോ ചെയ്യുന്ന അത്ലറ്റുകളുണ്ടല്ലോ, ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്താണ് ഇതുകൊണ്ടൊരു യൂസ് ഉള്ളത്, മീൻസ് ബെനിഫിറ്റ്? അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കരാട്ടെ ടീമിൽ നിന്ന് 3 പേർക്ക് കരാട്ടെ വഴി ജോലി കിട്ടിയിട്ടുണ്ട്. 3 പേർക്ക് അവരുടെ അതാണ് നാഷണൽസിൻ്റെ മെഡലിൻ്റെ അടിസ്ഥാനത്തിൽ 3 പേർക്ക്. അതിലൊന്ന് എൻ്റെ സ്വന്തം കോച്ചാണ്, വേറെ 2 പേര് നമ്മളുടെ ടീമിൽ നിന്ന് തന്നെ. ആ കരാട്ടെ നാക്ക് 3 പേർക്ക് ഇതുവരെ ആദ്യമായിട്ട് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുള്ള 3 നമ്മളുടെ ടീമിൽ നിന്ന് തന്നെയാണ്. അതുപോലെ സ്പോർട്സിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്കുണ്ട്, സ്പോർട്സ് കോട്ട അഡ്മിഷൻ, അതുപോലെ കോളേജിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും അവരുടെ ഈ ഭാഗത്തു നിന്നുള്ള നല്ല രീതിയിൽ സപ്പോർട്ടും ഇതെല്ലാം ഉണ്ട്. ഇത് സമൂഹം അത്രയ്ക്കും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് വിഷയം. നമ്മളിപ്പോൾ പലരും കാണുന്നത് കുട്ടിയെ കൊണ്ടാക്കുമ്പോൾ തന്നെ ആൾ പറയുന്നത് ഒരാളൊന്ന് ഇടിച്ചിടാൻ ഇതാവണം, അല്ലെങ്കിൽ എന്താണ് ഫിറ്റ് ആയിരിക്കണം, അമൂൽ ബേബീസ് ആയിട്ട് പിള്ളേരെ വളർത്തുന്ന ഒരു ടൈപ്പ് ആൾക്കാരുണ്ട്. അവര് സെൽഫ് ഡിഫെൻസ് പഠിക്കുകയും വേണം, പക്ഷെ പുറത്ത് എന്തെങ്കിലും ഒരു പൂഴി മണ്ണ് വീണാൽ തന്നെ പണ്ട് ഓർമ്മയുണ്ട, ഇവ ഇതുവഴി നടന്നു പോകുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഒരാഴ്ച നോക്കുമ്പോൾ ഇടത്തെ കൈ ഒടിഞ്ഞ് കെട്ടിക്കൊണ്ട് നടക്കും, അടുത്ത ആഴ്ച വലത്തെ കൈ, അതിന്റെ അടുത്ത ആഴ്ച 2 കൈ ഒടിഞ്ഞുണ്ട്. ഇവ അവിടെ ഒന്നും വിട്ടിട്ടില്ല, എത്ര ഇഞ്ചുറി വന്നാലും വിട്ടിട്ടില്ല. ഫുട്ബോളും ഓട്ടം എന്നാൽ തന്നെയും നിനക്ക് ഇതിൽ നിന്ന് ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട്, ഒരുപാട് പറ്റിയിട്ടുണ്ട്. അവിടെ ഒന്നും നീ ഡ്രോപ്പ് ചെയ്യാതെ ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് വന്നതുകൊണ്ടാണ് ആ ഒരു മൈൻഡ് സെറ്റ് നിനക്ക് അതിൽ നിന്ന് കിട്ടി. അപ്പോൾ ഈ ഫുട്ബോളിൽ, ക്രിക്കറ്റ് ഇങ്ങനെയുള്ള സ്പോർട്സിനുള്ള തള്ളിക്കയറ്റം കൊണ്ടാണ് നീ ഒന്ന് വെറൈറ്റി ആയിട്ട് പിടിച്ചത്? അല്ല, അങ്ങനെ തള്ളിക്കയറ്റം കൊണ്ട് വെറൈറ്റി ആയിട്ട് പിടിച്ചതല്ല. സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് അത്ര പാഷനേറ്റ് ആയിട്ട് ഇതിൽ അങ്ങനെ കിടിലാവണമെന്നും ഇല്ലായിരുന്നെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വന്ന്, ഞാൻ പറയില്ല, എൻ്റെ കോച്ച് അവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറയായിരുന്നു. അതിലേക്ക് വന്നു. പിന്നെ വന്ന് നോക്കുമ്പം അവിടെ ഉള്ള സീനിയേഴ്സൊക്കെ ഇറങ്ങി പ്രാക്ടീസ് ചെയ്യുന്ന കണ്ട് അവരെ പോലെയൊക്കെ ആവണം. അപ്പോൾ സീനിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ട്രെയിൻ ചെയ്യുന്നത്. അന്ന് ഞാൻ വന്നപ്പോഴത്തേക്കും ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു. അപ്പോൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പിന്നെ ഓരോ ലെസൺസ് പുതിയത് പഠിച്ച് ഇതിൽ ഓരോ സ്റ്റെപ്പ് കഴിയുന്നതോറുമാണ് എനിക്ക് ഇതിനകത്തുള്ള പാഷൻ കൂടി വന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് ആയി. പിന്നെയാണ് അങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെ. നിൻ്റെ ഈഗോയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ? ഈഗോ എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് ആ പ്രായത്തിനാണെന്ന് അറിയൂടെ, അന്ന് ഈ തോക്കുന്നതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ അതായത് ആ ഒരു സ്റ്റാർട്ടിങ് മത്സരത്തിന് ഇറങ്ങുന്ന ഒരു 1-2 തവണയൊക്കെ തോക്കുന്നതൊക്കെ എന്തോ വലിയ വിഷയമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം ഈഗോ നിൻ്റെ റിങ്ങിൻ്റെ അകത്തുള്ളതും റിങ്ങർ എന്താ പറയുന്നതിന് മാറ്റാണ് ബൗണ്ടറി ബൗട്ട്. അപ്പം അതിനകത്ത് ബൗട്ട്, ഓക്കെ. അപ്പോൾ അതിനകത്തുള്ള മാച്ച് എന്ന് പറയുന്നത് ടട്ടാമി എന്നാണ് മാച്ച് ഏരിയക്ക് പറയുന്നത്. ടട്ടാമി അല്ല, ജാപ്പനീസ്. ടട്ടാമി.
അല്ല നീ പറഞ്ഞ ബൗട്ട് എന്തിനാണ്? ഔട്ട് മാച്ച് മാച്ചിന്റെ ബൗട്ട് ആ ഏരിയക്ക് ഏരിയ. ഇപ്പം അതിനകത്തുള്ള ആ ഏരിയക്ക് അകത്തുള്ള നിന്റെ ഈഗോയും പുറത്തുള്ള ഈഗോയും സെയിം ആണോ? ഒരിക്കലും അല്ല. ഇപ്പം സത്യം പറയാൻ അങ്ങനെ ഒരു ഈഗോ ഇല്ല. ഉണ്ടായിരുന്ന ടൈമിൽ അതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും അതായത് ഇതിൽ പല രീതിയിൽ സ്കോറിങ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാല് വെച്ചിട്ട് ഹെഡ് ലെവലൊക്കെ കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 3 പോയിൻറ്റ്, നമ്മൾ തട്ടിയിട്ട് കഴിഞ്ഞിട്ടൊക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ 3 പോയിൻ്റൊക്കെയാണ്. അപ്പോൾ ഒപ്പോണൻ്റ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്കോർ എടുക്കുമ്പോഴത്തേക്കും ഈഗോ അന്ന് ഈഗോയും പ്രഷറും വരാറുണ്ട്. പ്രഷർ നല്ലോണം. ഇത് ഒരു സ്കോർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ സ്കിൽ ബേസ് ചെയ്തല്ലേ കളിക്കുന്നത്. എന്തെങ്കിലും കാണിച്ചായിരുന്നു അന്ന് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിന് ഡെവലപ്പായി. പിന്നെ കോച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് അഡ്വൈസും കിട്ടി. പിന്നെ ട്രെയിനിങ് ചെയ്ത് മൈൻഡ് സെറ്റൊക്കെ മാറി. അതെ. കരാട്ടെ ഒരു ഡിഫൻസ് ആണെന്ന് പറയുന്നതിനോട് എന്താണ് നിന്റെ അഭിപ്രായം? സെൽഫ് ഡിഫെൻസ് ഒരു ഭാഗത്തുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അതൊരു മാർഷ്യൽ ആർട്ട് ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇതുണ്ടാവും. ഒരു സിനാരിയോ ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ശരീരവും മനസ്സും ഒരുപോലെ വർക്ക് ചെയ്യണം. പക്ഷേ അതിന് ഈ എന്താ പറയുക, പഴയ ടെക്നിക്സ് പോലെ ഞാൻ ഇവിടെ വേറൊരു സ്ഥലത്ത് ഞാൻ കരാട്ടെ പഠിച്ചിട്ടുണ്ട്. കുറച്ച് നാൾ പോയിട്ട് അതവിടെ നിർത്തി. കാരണം എനിക്ക് അവിടെ അത്ര അങ്ങോട്ട് ഓക്കെ ആയില്ല. അത് നല്ലതായിട്ട് പോകുന്നില്ല എന്ന് തോന്നി. അത് അവിടെ നിന്ന് മാറി ഇങ്ങോട്ടാവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം ദൂരെയായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് ബസ്സിൽ കയറി ട്രാവൽ ചെയ്യുന്നത് ഞാൻ അന്ന് 5ലും 6ലൊക്കെ പഠിക്കുന്ന ടൈമിലാണ്. കൊച്ചുകുട്ടിയായിരുന്നു. മറ്റേ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടില്ലേ ബസ്സിൽ കയറിയിട്ട് നൈറ്റ് നീ? അതെ നൈറ്റ് പോയിട്ട് തിരിച്ചു വരുന്നേക്കാം. അപ്പോഴാണ് ഇവിടെ വീട്ടിൻ്റെ അടുത്ത് ഒരു മാസ്റ്റർ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അവിടെ പോയത്. അവിടെ ഒരു 3-4-5 മാസമൊക്കെ പോയി. എനിക്ക് അവിടെ പോയിട്ട് പുള്ളി മെയിനായിട്ട് ഞാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി ഫിറ്റ് ആവുക, നല്ല ഇടി കൊള്ളാൻ പഠിക്കുക, പിന്നെ കുറച്ച് ടെക്നിക്സ് ഇതുപോലെ സെൽഫ് ഡിഫെൻസ്. ഒരാളിവിടെ പിടിച്ചു കഴിഞ്ഞാൽ കയ്യിൽ പിടിച്ചിങ്ങനെ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ റിയൽ ലൈഫിൽ വരാൻ വേണ്ടിയുള്ള ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള കാര്യമില്ല. കുറച്ച് സ്റ്റെപ്പ് പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ലാസ്റ്റ് എന്താണ് പറയുക, ഒരു അവസാനം ഒരു സ്കിൽ എല്ലാവരും ഇപ്പം എനിക്ക് കരാട്ടെ പഠിക്കുന്നതൊക്കെ എല്ലാവരും പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് കൊച്ചുങ്ങളെ കൊണ്ടാക്കുന്നതായാലും പറയുന്നത് എന്താ, അത് അടിച്ചിടണം, അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ്. ആരെങ്കിലും പോയി കഴിഞ്ഞാൽ രാത്രിയൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇടിച്ച് പരത്ത, അതൊന്നും സത്യം പറഞ്ഞാൽ അല്ല. ഇതൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ ഇത് എന്താ പറയുക, വിചാരിക്കുന്ന പോലെ അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇതൊക്കെ ഇതിനകത്തുണ്ട്. ഒരാൾ ഭാഗത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള സ്കില്ല് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്കുണ്ടാവും. അതിപ്പോൾ എല്ലാ കാര്യത്തിനും അത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസും എല്ലാം ഉണ്ടാവണമല്ലോ. അതിപ്പോൾ നിർത്തിയിട്ട് പിന്നെ അതായത് കുറച്ച് ഒരു 2-3 മാസമൊക്കെ പോയിട്ട് കുറച്ച് ബെൽറ്റൊക്കെ എടുത്തിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ യെല്ലോ ബെൽറ്റ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബെൽറ്റ് ആണ്. അല്ല, ഇതിലൊരു ചോദ്യം ഉള്ളത്, ഏതൊക്കെ ടൈപ്പ് ബെൽറ്റ്, ഏതാണ് ലാസ്റ്റത്തെ ബെൽറ്റ്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ്? ലാസ്റ്റത്തെ ബെൽറ്റ് എന്നല്ല, ബ്ലാക്ക് ബെൽറ്റ് ആണ് ഫസ്റ്റത്തെ ബെൽറ്റ് കരാട്ടെ പഠിക്കാനുള്ള ലൈസൻസ്. അത്രയും കാലം കുട്ടികൾ ബേസിക്, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ ആദ്യം ലേണേഴ്സ് പഠിക്കും. ലേണേഴ്സ് ആണ് ഈ കളർ ബെൽറ്റ്സ് എല്ലാം. കുട്ടികൾ കരാട്ടെ ലൈസൻസ് പഠിക്കുന്നത് ബ്ലാക്ക് ബെൽറ്റ് കെട്ടി കഴിയുമ്പോഴാണ് തുടങ്ങുന്നത് കരാട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ബെൽറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഡാൻ, സെക്കൻഡ് ഡാൻ, ഇങ്ങനെ ഡാൻ ബെൽറ്റ്സ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ്, പുതിയ പുതിയ മത്സരങ്ങൾ ഫോക്കസ് ചെയ്ത് ഇതാക്കാം. പിന്നെ അല്ല, ഈ ബെൽറ്റ് ഏത് വരെ അവസാനിക്കുന്നത്? ഡാൻ എത്ര ഡാൻ വരെ ഉണ്ട്? ഡാൻ 9th ഡാൻ വരെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അത്രയും വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞിട്ട് ഓരോ ഗ്രേഡ് പോലെ ഞാൻ വിചാരിച്ചു ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയല്ല. ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയത് കൊണ്ടല്ലേ, ബ്ലാക്ക് ബെൽറ്റ് കിട്ടപ്പോഴത്തേക്കാണ് ആക്ച്വലി അത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് വണ്ടി കിട്ടി. അതുവരെ ബേസിക് ആയിട്ട് കരാട്ടെ എന്താണ്, കരാട്ടയിലെ കുറച്ച് അതായത് ശരീരവും മനസ്സും തമ്മിലുള്ള വഴക്കം വരാനും അങ്ങനെയുള്ള കുറച്ച് ട്രെയിനിങ് ആണ് പഠിക്കുന്നത്. സിലബസ് ട്രെയിൻ ചെയ്താണ് അതൊരു പഠിക്കുന്നത്. പിന്നെയാണ് ഈ സിലബസിനെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് പിന്നെ ഓരോ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് മത്സരത്തിനായാലും ഇതൊക്കെ ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നു. ഇതിൽ നിൻ്റെ ഒരു ഐഡൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഐഡല്ല, അങ്ങനെ ഒരാൾ പറയാനായിട്ടാണെങ്കിൽ എൻ്റെ കോച്ച് എന്നെ ഭയങ്കര ഇൻസ്പിറേഷനാണ്. പിന്നെ കോച്ചിൻ്റെ ഒന്നാമത്തെ കാര്യം, കോച്ച് അങ്ങനെ പ്രൈസ് ഇഷ്ടപ്പെടുന്ന ഒരു, പക്ഷേ ആ കോച്ച് ഇവന് നല്ലൊരു മെന്റാലിറ്റി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ നമുക്ക് ഇവനെ അറിയാം, ഇവ എങ്ങനെയാണ് ആദ്യം തൊട്ടേ അറിയാവുന്ന ഒരു പയ്യനാണ്. അപ്പൊ ഇതിൽ നിന്ന് അവൻ ഇത്രയും ഒരു ഡിസിപ്ലിൻ്റെ ഒരു ഏറ്റവും നല്ലോണം അറിയാവുന്ന എനിക്ക് അറിയാവുന്നതിൻ്റെ അത്ര എനിക്കും ഇവൻ്റെ ബ്രദർ നമ്മൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് അറിയാവുന്നതിൻ്റെ അത്രയും
ഇവനെ കോച്ചിന് വലിയൊരു കയ്യടി ഉണ്ട് ഇത്രയും അടിപൊളിയാക്കി വാർത്തെടുത്തതല്ലേ. ഇവിടെ ആരും അങ്ങനെ ഇത്രയും മെന്റാലിറ്റി ഇത്രയും കീപ്പ് ചെയ്യണം, എഡ്യൂക്കേഷൻ കൊടുക്കണം. അതായത് കോച്ച് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു എനിക്ക് ലൈഫിൽ. മൊത്തത്തിൽ ചേഞ്ച് ഉണ്ട്. അത് ഞാനും ബോഡി തന്നെ നോക്കിയാൽ അതില്ലോ. അത് പിന്നെ വയസ്സായവരും പയ്യന്മാരും തമ്മിൽ എന്തായാലും ഒരു വ്യത്യാസം കാണും. അത് നിങ്ങൾ അതിവിടെ അത് ശരിയാണ്. അപ്പോഴ് നമ്മൾ ഈ കരാട്ടെ പഠിച്ചു തുടങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിന് നീ പറഞ്ഞ പോലെ സ്കൂൾ ഗെയിംസ് അല്ലേ ഫസ്റ്റ്? അങ്ങനല്ല, സ്കൂൾ ഗെയിംസ് ഞാൻ ഫസ്റ്റ് കളിച്ചു. ഫസ്റ്റ് ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് ആ കുട്ടി എത്ര നാൾ പ്രാക്ടീസ് ചെയ്താൽ ഏകദേശം എത്താൻ പറ്റും? ഒരു ബേസിക് ട്രെയിനിങ് കഴിഞ്ഞാൽ തന്നെ ചെറിയ ചെറിയ മത്സരത്തിൽ ഇറങ്ങിയാണ് കുട്ടികൾ കൂടുതൽ പഠിക്കുന്നത്. ഈ പഠിക്കുന്ന സിലബസ് ആപ്ലിക്കബിൾ ആവണമെങ്കിൽ ഒരു മത്സരത്തിന് ഇറങ്ങി ഇതാക്കണം. എൻ്റെ ഇപ്പോൾ കരാട്ടെ ഇതിൽ ക്ലബ്ബിൽ വന്നിട്ട് ഒരു കുട്ടി നല്ലോണം പെർഫോം ചെയ്യുന്നത് പോലെ അല്ല ഒരു മത്സരത്തിന് ഇറങ്ങി ചെയ്യുമ്പോൾ റിയൽ ലൈഫിലേക്ക് ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ ചെറിയ ഒരു മാസം 2 മാസം കഴിഞ്ഞ് കുട്ടി ബേസിക് ലെവൽ ട്രെയിനിങ്ങും ആ ബോഡി കണ്ടീഷനിങ് വർക്കൗട്ട്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അത്യാവശ്യം കരാട്ടെ ബേസിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കുട്ടി മത്സരത്തിന് ചെറിയ മത്സരങ്ങൾക്ക് ഇറങ്ങി തുടങ്ങും. അത് നമ്മളുടെ ടീം തന്നെ ഓർഗനൈസ് ചെയ്യുന്ന ചെറിയ മത്സരങ്ങളുണ്ടാവും. അതിനൊക്കെ കുട്ടി ഇറങ്ങി സ്റ്റാർട്ട് ചെയ്താണ് പിന്നെയാണ് ഒഫീഷ്യൽ മത്സരങ്ങളിലേക്ക് പോകുന്നത്. ഞാൻ ആ ടൈം കൊറോണയൊക്കെ ഇതായി കുറേ ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസൊക്കെ കുറേ മിസ്സായി. പിന്നെ എൻ്റെ മുന്നിൽ വന്നത് സ്കൂൾ ഗെയിംസ് ആണ് ആദ്യം. അപ്പോൾ അങ്ങനെ ഇറങ്ങി എന്നുള്ളതാണ്, അല്ലാതെ സ്കൂൾ ഗെയിംസ് അല്ല ആദ്യത്തെ മത്സരം, അങ്ങനെ ഒരു ഇതില്ല. ആക്ച്വലി ഇപ്പോൾ എല്ലാ മത്സരങ്ങളും ഒരേപോലെയല്ലേ? ഇപ്പം ഏത് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലും അടുത്ത റൂൾസും കാര്യങ്ങളും റൂൾസൊക്കെ എല്ലായിടത്തും ഒരുപോലെയാണ്. അത് ഏജ് ബേസിൽ റൂൾസിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അല്ല, റൂൾസ് എല്ലായിടത്തും ഒരുപോലെയാണ്. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നത്? എങ്ങനെയൊക്കെയാണ് പോയിന്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതിപ്പോൾ നോർമലി ജസ്റ്റ് ഒരാൾക്ക് ജസ്റ്റ് പറയാൻ നോർമൽ ഇൻഫർമേഷൻ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1 പോയിന്റ് കിട്ടും. കിക്ക് മിഡിൽ ലെവൽ ഏരിയയിൽ കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 പോയിന്റ് കിട്ടും. ഹെഡ് ലെവലിൽ കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പോയിന്റ് ആണ് ടോട്ടൽ വേണ്ടത്? 2 മിനിറ്റ്സ് ആണ് ഒരു അല്ല ഞാൻ പറയാം. കുട്ടികൾക്ക് വരുന്നത് 1.5 മിനിറ്റ് ടൈമാണ്. പിന്നെ ഈ 15, 16, 17, 18 വരെയുള്ള കുട്ടികൾക്ക് 2 മിനിറ്റ് ടൈം. സീനിയേഴ്സിന് 3 മിനിറ്റ് ടൈമാണ് ടൈം, റൂൾ ബുക്കിലുള്ള ടൈം. ഈ ടൈമിനുള്ളിൽ മാക്സിമം സ്കോർ ചെയ്തേക്കുന്ന ആളാണ്. മാക്സിമം സ്കോർ ചെയ്യാൻ ഒരാൾ ശ്രമിക്കുമ്പോഴത്തേക്ക് മറ്റേ ഡിഫൻസും ചെയ്യുന്നു, അതിനൊപ്പം തന്നെ സ്കോറും ചെയ്യാനായിട്ട് അറ്റാക്ക് ഉണ്ടാവും, കൗണ്ടർ അറ്റാക്ക് ഉണ്ടാവും. ഇതൊക്കെയാണ്. അത് പല ഇവന്റ് ഉണ്ട്. ഞാൻ ഒറ്റ ഇവന്റ് മാത്രമാണ് ഇപ്പൊ കാര്യം പറഞ്ഞത്, ഫൈറ്റിന്റെ ഇവന്റിനെ കുറിച്ച് മാത്രം. വേറെ കത്ത ഉണ്ട്, ടീം കത്ത ഉണ്ട്. ഓക്കെ, ഇതിലൊക്കെ ഞാൻ പണ്ട് കേട്ടിട്ടുള്ള മറ്റേ സ്ട്രെച്ചിങ്, നമുക്ക് കാലൊക്കെ ഇങ്ങനെ വൈഡാക്കി വെച്ചിട്ട് അതൊക്കെ ഭയങ്കര വേദനയാണ്, കരയുന്ന കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അതൊക്കെ ഉള്ളതാണോ? അങ്ങനെ അത്രയും സ്ട്രെച്ചിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സ്ട്രെച്ചിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, വളരെ നന്നായിട്ട് സ്ട്രെച്ചിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഫ്ലെക്സിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ അത് ചെറുതിലേ ചെയ്യുന്നതല്ലേ കുറച്ചും കൂടെ ബെറ്റർ? ചെറുത് ചെയ്യുന്നത് ബെറ്റർ ആണ് എന്ന് വിചാരിച്ച് വലുതായപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഓക്കെ. അപ്പം നമ്മളൊരു മസിൽ മെമ്മറിൻ്റെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ ജിമ്മിൽ കണ്ടിന്യൂസ് ആയി പോകണം നല്ലൊരു ബോഡി ബിൽഡറിന് ഇത് ചെയ്യാൻ പറ്റും. എന്താ ഉറപ്പായിട്ടും. പക്ഷെ അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കുറയൂലേ? ഇല്ലല്ല, അതൊരു മിത്താണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, കരാട്ടയ്ക്ക് പോകുന്നത്. ജിമ്മിൽ പോകുന്നത് ഓരോരുത്തർക്ക് ഒരുപാട് ഡിഫറെൻറ്റ് റീസൺ വെച്ചിട്ടാണ് ആൾക്കാർ ജിമ്മിൽ പോകുന്നത്. ഞാൻ പോകുമ്പോൾ എനിക്ക് കരാട്ടയുടെ ഓരോ സൈഡ്സ് കൂടുതൽ സ്ട്രെങ്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ജിമ്മിലെ കോച്ച് തന്നെ അത്യാവശ്യം നല്ല ഫ്ലെക്സിബിളാണ്. പുള്ളി അത്യാവശ്യം നല്ല ഫ്ലെക്സിബിളാണ്. ഇതിനപ്പോൾ ഫുഡ് കൺട്രോളിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഫുഡ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഫുഡ് സത്യം പറയാൻ നമ്മളെല്ലാവരും ലൈഫ് സ്റ്റൈലിലൊരു ഭാഗമായിട്ട് കൺട്രോൾ ചെയ്ത് പോകേണ്ടതാണ്. ഇതിന് പോകുന്ന ആൾക്കാരെ കൺട്രോൾ ചെയ്യണം, അല്ലാത്തവർ കൺട്രോൾ ചെയ്യരുത്. അങ്ങനെ ഇല്ല. ഞാൻ പേഴ്സണലി മരുന്ന് പോലെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഫുഡ് പോലെ മരുന്ന് കഴിക്കേണ്ടി വരും. അതാണ് സംഭവം. നമ്മള് കയ്യടി അജ്മലിന്റെ ഈ ഒരു അറിവിന് മരുന്ന് പോലെ ഫുഡ് കഴിച്ചില്ലേ? 3 നേരം ഫുഡ് കഴിക്കണം. മരുന്ന് ടൈം ഇതാക്കി വെച്ച് ഫുഡ് പോലെ മരുന്ന് കഴിക്കേണ്ടി വരും. അല്ല, ഈ ടൈമിനോട് സത്യം പറയാൽ ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്നത് ഹൈ ഫാറ്റ് പ്രോട്ടീൻ ഡയറ്റാണ്. കാർബ്സ് വളരെ തീരെ ഈ ടേസ്റ്റിന് വേണ്ടി മാത്രമേ എടുക്കുന്നുള്ളൂ. നല്ല ക്വാണ്ടിറ്റിയിൽ ഫാറ്റും പ്രോട്ടീനും എടുത്താണ് യൂസ് ചെയ്യുന്നത്.
അത് പിന്നെ ഈ ടൈം ഈ 10 മണി ഇത് ഇങ്ങനെയല്ല ഞാൻ ഫോളോ ചെയ്തത്. എനിക്ക് വിശക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും, നല്ല ഫില്ലാവുന്ന രീതിയിൽ, എനിക്ക് മടുക്കുന്ന രീതിയിൽ ഫുഡ് കഴിക്കും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി മീറ്റ് കഴിക്കും, നല്ല ക്വാണ്ടിറ്റി ഫാറ്റ് കഴിക്കും, എഗ്സ് നല്ലത്. ഈ വെജിറ്റബിൾസ് കാർബ് ഞാൻ തീരെ എടുക്കാറില്ല. വെജീസൊക്കെ കഴിച്ചിട്ട് കാലം ഒരുപാടായി, 1 വർഷത്തോളം ആയി. വെജീസും കാർബ് വളരെ കുറച്ച് എടുക്കും. അതാണ് ഞാൻ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഡെയിലി ചിലപ്പോൾ ഞാൻ 1 മീലോ 2 മീലോ, ചില ദിവസം 3 മീലൊക്കെ കഴിക്കാറുണ്ട്. അത് ചിലപ്പോൾ ക്വാണ്ടിറ്റിയും എൻ്റെ ടൈമും ഞാൻ പറയുന്നതുപോലെ ചെറിയ ബിസിനസ്സിൻ്റെ ചെറിയ ഇതൊക്കെ ഉണ്ട്, ഐഡിയാസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ മിസ്സായി പോകുമ്പോഴത്തേക്കും അങ്ങനെ പോകുന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ പ്രോപ്പറായിട്ട് കഴിക്കുകയാണെങ്കിൽ എപ്പോൾ വിശക്കുന്നോ അപ്പോൾ നല്ലോണം ഫുഡ് കഴിക്കും, അവിടെ സ്റ്റോപ്പ് ചെയ്യും. അല്ലാതെ ടൈം വെച്ചിട്ട് ഇതിനെ ക്വാണ്ടിറ്റി കാലോറി കൗണ്ട് ചെയ്ത് ഇതെല്ലാം ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന അതല്ല. അതായിരുന്നു എനിക്കിതാണ് കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അജ്മലിനെ അവിടെ തളർത്തിക്കള. ഓക്കെ, നീ പറഞ്ഞത് മനസ്സിലായി. അതെ, യവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 3 നേരം ഫുഡ് കഴിക്കണം. അല്ലേ, നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതായത് നമ്മൾ അത് അറിഞ്ഞ് കഴിച്ചാൽ നമുക്ക് അതുകൊണ്ട് എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും. അല്ലാതെ അറിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ വയറൊക്കെ ചാട്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഡെസേർട്ട് ഷുഗറൊക്കെ കഴിക്കാറുണ്ടെങ്കിലും എൻ്റെ ഡയറ്റ് ഇങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ ഒരു കോച്ചും കൂടെ ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഫിറ്റായിട്ട് നമ്മൾ ഇരുന്നാലല്ലേ നമ്മുടെ ഫിറ്റ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, എനിക്കത് അറിയത്തില്ല, അപ്പോൾ അത് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ അവർക്ക്? കോച്ചിങ്ങിനെ പറ്റി നമ്മൾ ചോദിച്ചില്ല. കോച്ചിങ് സെന്റർ എന്താണ്? അക്കാഡമി, കരാട്ടെ ക്ലബ്ബ് ഉണ്ട്. അപ്പോൾ ക്ലബ്ബ് തുടങ്ങിയത് ഇത്ര ചെറിയ പ്രായത്തിൽ തുടങ്ങാൻ ഇൻസ്പിറേഷൻ? ക്ലബ്ബ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 2 അനിയന്മാരുണ്ടായിരുന്നു, കസിൻ അനിയന്മാർ. അവർ ഒരുപാട് ആളായിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അവരെയും കൂടെ ഒന്ന് ഇതാക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ സ്പേസ് കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ തുടങ്ങാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതിരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ എൻ്റെ കോച്ച് തന്നെയാണ് ഇൻസ്പിറേഷനായിട്ട് പറയുന്നത്, എന്നാൽ ഒരു ക്ലബ്ബ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും, ഒരു ക്ലബ്ബായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് ഒന്ന് തുടങ്ങി. അങ്ങനെ ക്ലബ്ബ് ഇട്ട് അവർ 2 പേരെ ഉള്ളായിരുന്നു. ഒരു കടയിലായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ റെൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് വിഷയമായിരുന്നു. ഇവർ 2 പേരേ ഉള്ളൂ. അവിടെ അത്യാവശ്യം നല്ല റെൻറ്റ് എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചാൾ, എന്നാലും ഞാൻ എൻ്റെ ഒരു പേഷ്യൻ്റെ പുറത്ത് ഞാൻ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരിക്കലും ഒരു വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചല്ല സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് അവരെ ഒന്ന് പഠിപ്പിച്ചെടുക്കണം, ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ 2-3 കൂട്ടുകാരും കൂടെ വന്നു തുടങ്ങി. അവരന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ഇതിനിടയ്ക്ക് കുറേ കുട്ടികൾ വരികയും പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ പേഷനേറ്റായിട്ട് കുറച്ച് കുട്ടികൾ വന്നപ്പോൾ എനിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. അപ്പോൾ പിന്നെ എൻ്റെ വാപ്പായും പറഞ്ഞു, അപ്പോൾ വീട്ടിൽ തന്നെ ഫെസിലിറ്റീസ് കുറച്ചുകൂടെ നന്നായിട്ട് തുടങ്ങാം. അപ്പോൾ അങ്ങനെ വീട്ടിൽ ക്ലബ്ബ് നല്ലോണം. അപ്പോൾ ഇതിലോട്ട് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ ഇതിലോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ടൂർണമെൻറ്റിന്, അല്ലെങ്കിൽ ഇങ്ങനെ പങ്കെടുക്കാൻ നിൽക്കുന്ന ആൾക്കാരോട് നിനക്ക് എന്താ കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്താണ്? കൊടുക്കാനുള്ള കരാട്ടയ്ക്ക് വരാൻ താല്പര്യമുള്ളവരും അതായത് ഈ ടൂർണമെന്റിന് പങ്കെടുക്കാനും അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്കും അതിന്റെ കൂടെ തന്നെ ഇതിന് വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് ഒരു ഫാക്ടറാണ് കുട്ടികൾക്ക് എസ്പെഷ്യലി വലിയൊരു ഫാക്ടറാണ്. ഈ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ മെയിൻലി കണ്ടുവരുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ടാക്കും, എന്നിട്ട് കുട്ടികൾ ആദ്യത്തെ കുറച്ചാൾ ക്ലാസ്സിന് വരും, പിന്നെ കുട്ടികൾ മിസ് ചെയ്ത് തുടങ്ങും 1-2 ക്ലാസ്. റീസൺസ് ചോദിക്കുമ്പം ട്യൂഷനിൽ ടെസ്റ്റ് പേപ്പർ, സ്കൂൾ സ്പെഷ്യൽ ക്ലാസ്. എൻ്റെ ക്ലാസ്സിൽ വരുന്ന മെജോറിറ്റി കുട്ടികളും ആഴ്ചയിൽ 7 ദിവസവും ഈ സ്റ്റഡീസിന് ഇതായിട്ട് പോകുന്നതാണ്. അതായത് രാവിലെ 6 മണിക്ക് അവർ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിക്കൊക്കെ ആയിട്ടാണ് വീട്ടിൽ കയറുന്നത്. കരാട്ടെ എൻ്റെ ക്ലബ്ബിൽ ആഴ്ചയിൽ 2 ദിവസമാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ആ ടൈമിൽ അവർക്ക് എത്താൻ പറ്റത്തില്ല. കുട്ടിക്ക് സ്പെഷ്യൽ ക്ലാസ്, എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കി എല്ലാ കുട്ടികളെയും നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സ്റ്റഡീസിനിടയിൽ കുട്ടികൾക്ക് ഈ മാനസികമായിട്ടുള്ളൊരു ഇതുകൂടെ ആവശ്യമാണ്. ശാരീരികവും മാനസികമായിട്ടുള്ള ആരോഗ്യം അവർ നിലനിർത്തിയാൽ മാത്രമേ അവർക്ക് സ്റ്റഡീസിലും നല്ലോണം മികവ് വരാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ 24 മണിക്കൂർ ബുക്കിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാൽ മാത്രം പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഞാൻ അത്യാവശ്യം പഠിച്ച ടൈമിൽ അത്യാവശ്യം മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ കരാട്ടെ നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഓരോരുത്തർക്കും ഓരോ ഇതാണ്. അപ്പോൾ ഇവൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലായാലും ഈ PT പീരീഡ് മാത്സ് സാറന്മാർ വന്ന് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ആരെങ്കിലും പണ്ട് തൊട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്കൂളിൽ ഒരു ബേസിക് നോളജും നമുക്ക് ഒരു കുട്ടിക്ക് ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളും എഡ്യൂക്കേഷൻ ആയാലും എല്ലാത്തിനുമായിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ ഒരു പ്രോത്സാഹനം കിട്ടാതെ സ്കൂളിൽ നിന്ന് തന്നെ ഈ ഒരു ലെവലിലോട്ട്
ചിന്തിക്കുമ്പോഴത്തേക്ക് പാരൻസും ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, പക്ഷേ ആ ഒരു സിസ്റ്റമാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ എൻ്റർടൈൻഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ അവർക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റൂ. ഈ പ്രഷർ കയറി കഴിഞ്ഞാൽ കുട്ടികൾക്കായാലും നമുക്കായാലും ഒരു കാര്യത്തിൽ ഇത് എന്താണ്, ഇത് തീരുന്നില്ലല്ലോ, ഇത് എപ്പോഴും ഇത് തന്നെ 24 മണിക്കൂർ ഇതിൽ തന്നെ എന്നുള്ളൊരു തോന്നലൊന്നും കഴിഞ്ഞാൽ അതുണ്ട്. എപ്പോഴും പഠിക്കണം അല്ല, എല്ലാവർക്കും ഉള്ളൊരു കാരണം പഠിത്തം മാത്രം, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. എൻ്റർടൈൻമെൻ്റ് ഇല്ല. ഇപ്പം സ്കൂളിലായാൽ പോലും കരാട്ടെ ക്ലാസ് ഉണ്ടോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ പഠിച്ചപ്പോഴൊന്നും ഒന്നുമില്ല കരാട്ടെ ക്ലാസ് ആയിട്ടോ അങ്ങനെ വേറെ ക്ലാസ്സുകളായിട്ടോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ പല സ്ഥലങ്ങളിലും സപ്പോർട്ട് ചെയ്ത് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല പാരൻസിൻ്റെ നല്ലൊരു സപ്പോർട്ട് തന്നെ കൊടുത്താൽ മാത്രമേ പിള്ളേർക്ക് കുറച്ച് മെൻ്റലി അടിപൊളിയായിട്ടിരിക്കാനും ഫിസിക്കലി അടിപൊളിയായിട്ടിരിക്കാനും. ഈ ഫുഡൊക്കെ നമ്മളൊക്കെ ചോറ് വാരി കഴിക്കുന്നു, കണ്ടതെല്ലാം കഴിക്കുന്നു, ഫിസിക്കലി ഫിറ്റല്ല, പല അസുഖങ്ങളും വരുന്നുണ്ട്. കഴിക്കുന്നതിൽ മാത്രമല്ല, കഴിച്ചിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്ന ഫുഡും കൂടെ അങ്ങനത്തെയാണ്, മനസ്സിലായില്ലേ? ഈ ഒരുപാട് ചോറും പിന്നെ അതിൻ്റെ കൂടെ കുറേ കിഴങ്ങും അതും ഇതൊക്കെ ചായ കുടിച്ചിട്ട് പഴംപൊരി കേക്ക് ഇതെല്ലാം ഈ കഴിക്കുന്ന ഫുഡ് അത്യാവശ്യം കൺട്രോൾ ചെയ്താൽ തന്നെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് കൺട്രോൾ തന്നെ നമുക്ക് അത്യാവശ്യം എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ തന്നെ നമുക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇതിപ്പോൾ കരാട്ടയ്ക്ക് പോയിട്ട് അഴുക്ക ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു എനർജി ലോസ് ഫീൽ ചെയ്യും. നമ്മൾ കണ്ടതൊക്കെ വരി കഴിച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഒരു പെട്ടെന്ന് ഒരു ഡിസിനെസ് ഫീൽ ചെയ്യും. പിന്നെ നിനക്ക് ഇപ്പം നീ പഠിക്കുകയും ചെയ്യുന്നുണ്ട്, ഈ ഒരു ജെൻസി കാലഘട്ടത്തിലായി തന്നെ സ്ക്രീൻ ടൈമും ഇതിൻ്റെ കൂട്ടത്തിലുള്ളൊരു ഫാക്ടറാണ്. ഫാക്ടറാണ്. അപ്പോഴത്തേക്ക് അതിലും കൂടെ ഒരു സമയം കണ്ടെത്തുന്നില്ല ഇപ്പോഴത്തെ ജനറേഷൻ. എങ്ങനെയാണ് സ്ക്രീൻ ടൈമും കൂടെ ആകുമ്പോഴത്തേക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യുമെന്നാണ് നിൻ്റെ ഒരു അഭിപ്രായം? ഇതെല്ലാം കൂടെ സ്ക്രീൻ സ്റ്റഡി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഫോൺ യൂസ് ചെയ്യുന്നതായാൽ തന്നെ ഒരുപാട് ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നതാണ്. കുട്ടികളെന്നല്ലടാ, നീ ഒരു കോച്ചാണ്, നീ ഇപ്പം നിനക്ക് ഇതിനെപ്പറ്റി ഒരു ഓവർവ്യൂ ഉണ്ടാവുമല്ലോ. അപ്പം സ്റ്റഡീസും സ്പോർട്സും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് അല്ലാതെ ഇതൊരു ഫാക്ടറല്ല ഇന്നത്തെ കാലത്ത്. അതെ അത് കുട്ടികൾ അഡിക്റ്റ് ആവുന്നുണ്ട് ഒരുപാടായിട്ട്. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഈ പ്രഷറിൻ്റെ ഇടയിൽ കിട്ടുന്ന ചെറിയൊരു ഡോപ്പാമൈൻ ഇതാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് കുട്ടികൾ പെട്ടെന്ന് അതിലേക്ക്, അതായത് ഇത് എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അതിനകത്തേക്ക് പോകാൻ നോക്കും, ഇത് ഫിനിഷ് ചെയ്യാതെ. അവർക്കാണ് അത്രയ്ക്ക് പ്രഷർ കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു വിഷയം വരും എന്നാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ അതിനിടയ്ക്ക് നിൻ്റെ ഈ സംരംഭം, നിൻ്റെ ഈ കോച്ചിങ് ക്ലബ്ബ്, ഇത് എങ്ങനെ അതിനെ എഫക്റ്റ് ചെയ്യും, ഇത് ഒരു ഇമ്പാക്റ്റ് ചെയ്യും? കുട്ടികളുടെ ക്യാരക്ടറിന് ഒരുപാട് മാറ്റം വരും അവർ ഈ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റ് അനുസരിച്ച്. അവരുടെ ലാംഗ്വേജിലും ബോഡി പോസ്റ്റേഴ്സിലും പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അധികം നേരം അത് ചെയ്യാനുള്ളൊരു മടി, പെട്ടെന്ന് മടുക്കുന്ന ഒരു നേച്ചർ കുട്ടികളിൽ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനനുസരിച്ച് ട്രെയിനിങ് മാറ്റേണ്ടതുണ്ട്. കാരണം കുട്ടികളെ കുറ്റം പറയേണ്ട കാര്യമില്ല, നമ്മൾ കുട്ടികളുടെ ജനറേഷൻ മാറുന്നതനുസരിച്ച് അതിന് മാറ്റം വരുത്തി പ്രാക്ടീസ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാം. ചോദ്യങ്ങൾ തീർന്നു. ചോദ്യങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻ തന്നു. ഈ പ്രായത്തിൽ തന്നെ ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് പോലും അറിഞ്ഞൂടാത്ത ഇത്രയും ഇൻഫർമേഷൻ തന്നു. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. അച്ചീവ്മെൻ്റ് ഒരുപാട് ചെയ്തു. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ്, നമുക്ക് ഇതിലോട്ട് വരാൻ നിൽക്കുന്നതും ഇതിലോട്ടുള്ള ആൾക്കാർക്ക് എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ്? എന്ത് വെച്ചിട്ട് നമ്മൾ ഇതിലോട്ട് വരണം? ഐ മീൻ എന്ത് മനസ്സിൽ വെക്കണം? അതായത് ഇത് പാഷനേറ്റായിട്ട് ഫോളോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ്? പേരൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണെങ്കിൽ കുട്ടിയെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി വിടുക, അല്ലാതെ കുട്ടികളെ ബെൽറ്റ് അടിപ്പിക്കാനോ മത്സരം ചെയ്യിപ്പിക്കാനോ. ഈ കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി മത്സരത്തിൽ തോറ്റു കഴിഞ്ഞാൽ അന്നപ്പോഴേ ജഡ്ജസിനെ കുറ്റം പറയുക, മത്സരം ശരിയല്ല എന്ന് പറയാം. ഇതൊക്കെ കുട്ടി ഇനി എങ്ങാണോ അതിലൊരു മിസ്റ്റേക്ക്, അങ്ങനെ മെജോറിറ്റി ഉണ്ടാവാറില്ല. എങ്ങനെ ഉണ്ടായി തന്നെ ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇത് പറയുമ്പോൾ കുട്ടീൻ്റെ മൈൻഡിലോട്ട് കയറും, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ലേ ഞാൻ തോറ്റത്, അവരാണ് എന്നെ തോൽപ്പിച്ചത് എന്നുള്ളൊരു കാര്യം കുട്ടിക്ക് മനസ്സിൽ കയറും. അപ്പോഴത്തേക്കും ഇത് കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. നേരെ തിരിച്ചാണെങ്കിലോ അടുത്ത തവണ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്യണേ മോനെ അല്ലെങ്കിൽ ചെയ്യണേ മോളെ എന്ന് കുട്ടിക്കൊരു മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കതൊരു ഇൻസ്പിറേഷൻ ആവും. ഇത് ക്വൈറ്റ് ഓപ്പോസിറ്റ്. കുട്ടി മത്സരം ജയിച്ചില്ലെങ്കിൽ എന്തോ സംഭവിച്ചു അല്ലെങ്കിൽ ഇത് ജയിച്ചേ പറ്റൂ, എന്തോ ഒരു വാശിയും വീറും ഇതൊക്കെ കുട്ടികളുടെ മനസ്സിലേക്ക് കയറ്റി കൊടുക്കാതിരിക്കുക. കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഡിസിപ്ലിൻഡ് ആയിട്ട് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്ക് അവർക്ക് സെൽഫ് റിയലൈസേഷൻ അവർക്ക് ചിലപ്പോൾ അത് പാടായിരിക്കില്ലേ?
അതായത് അവൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് തോറ്റത്, അല്ലെങ്കിൽ മാച്ചിൻ്റെ ഇത് കൊണ്ടാണ് തോറ്റത്, ഞാൻ ഓക്കെ ആയിരുന്നു. അപ്പം അവൻ സ്വന്തം മിസ്റ്റേക്ക് തിരുത്താതെ അവൻ കുറച്ചും കൂടെ ഈഗോ കൂടുതലും സെൽഫ് റിയലൈസേഷൻ കുറച്ചും കൂടെ കുറവാകുമ്പോഴത്തേക്ക് അത് നെക്സ്റ്റ് മാച്ചിനെ ആയാലും ഇമ്പാക്റ്റ് ചെയ്യൂലേ? എങ്ങനെയാണ് അതിപ്പോൾ നീ പറഞ്ഞ പോലെ ഇപ്പോൾ റെഫറി അല്ലെങ്കിൽ ഒരു മാച്ചിൽ മിസ്റ്റേക്ക് സംഭവിക്കാൻ വളരെ പാരൻസ് പോയി അവരെ കുറ്റപ്പെടുത്തുകയാണ്. കുറ്റം പറയുമ്പോഴത്തേക്ക് ഈ കുട്ടി അത് കേട്ടിട്ട് ചിന്തിക്കുകയാണ് അവരുടെ മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്, എൻ്റെ മിസ്റ്റേക്ക്. പലപ്പോഴും ഇത് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റെഫറി മിസ്റ്റേക്ക് അല്ലായിരിക്കും, മനസ്സിലായില്ലേ? ഈ റൂൾസ് എല്ലാവരും പഠിച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കും ഇതിനൊക്കെ വന്നിരിക്കുന്നത്, റെഫറിങ്സൊക്കെ. അപ്പോൾ ഈ പേരൻസിനും കരാട്ടയ്ക്ക് വന്നത് കൊണ്ട് കുറച്ചൊക്കെ റൂൾസ് അറിയാമായിരിക്കും. പക്ഷേ ഇവർക്ക് ഇതിനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ഇവർ ഈ പകുതി നോളജ് വെച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ കുട്ടി അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും, മനസ്സിലായി? ഒരു മത്സരത്തിന് വേണ്ടി, ഒരു മെഡലിന് വേണ്ടി അവിടെ കിടന്ന് അടിയുണ്ടാക്കുന്നത് കുട്ടിയുടെ ക്യാരക്ടറിനെ, ഫ്യൂച്ചറിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ആ സെൽഫ് റിയലൈസേഷൻ, അവൻ എന്താണ് മിസ്റ്റേക്ക് സംഭവിച്ചത്, അങ്ങനെ അവൻ സെൽഫായിട്ട് റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യത്തിന് ഇത് ബാധിക്കൂലേ? ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ മെച്യൂറായിട്ട് പെരുമാറുക എന്നുള്ളതാണ്. നമ്മളെ മിസ്റ്റേക്ക് സ്വയം തിരുത്തി നെക്സ്റ്റ് മാച്ചിന് പ്രിപ്പയർ ആവാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പാരൻസിൻ്റെ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുന്നത് ഓക്കെയാണ്, പക്ഷേ നമ്മൾ സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളത് അതിപ്പോൾ ഈ കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ അത് ആപ്ലിക്കബിൾ ആവില്ല, മനസ്സിലായില്ലേ? ഒരു 14-15 വയസ്സിനൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ പറയാൻ കാര്യം, അതായത് സെൽഫായിട്ട് എൻ്റെ മിസ്റ്റേക്കാണ് അപ്പോഴും ആപ്ലിക്കബിൾ ആവാൻ പാടാണ്. അത് ഞാൻ ഇപ്പോൾ എനിക്ക് കൊണ്ടായിരുന്നു പറഞ്ഞു, ഞാൻ അന്നൊക്കെ മത്സരം തോറ്റു കഴിഞ്ഞാൽ അപ്പോഴേ പോയി റെഫറി ജഡ്ജിനെ കുറ്റം പറയും. അന്നൊക്കെ എൻ്റെ കോച്ച് പറയുന്നത് വെച്ചാൽ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ മിസ്റ്റേക്ക് വീഡിയോ. എൻ്റെ കോച്ച് എപ്പോഴും പറയുന്നത് വെച്ചാൽ നല്ല മത്സരത്തിന് വീഡിയോ എടുത്ത് വെച്ചിട്ട് നമ്മൾ സ്കോർ ചെയ്യുന്നത് മാത്രം നമ്മളെപ്പോഴും കണ്ട് ആസ്വദിക്കും. നമ്മളെ മിസ്റ്റേക്കോ നമ്മൾ തോറ്റ മത്സരങ്ങളോ എടുത്തു വെച്ചിട്ട് തോൽവിയുടെ കാരണം എന്താണെന്ന് നമ്മൾ നോക്കില്ല. കാരണം നമ്മൾ അവരുടെ അടുത്ത് ദേഷ്യം തീർത്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അത് വലിയൊരു പോയിന്റാണ്. അപ്പോൾ ഈ കോച്ച് അല്ലെങ്കിൽ ഈ പാരൻസ് നീ പറയുന്നതിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിന്റെ മിസ്റ്റേക്ക് അല്ല എന്നുള്ള രീതിയിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവർ നിൽക്കുന്നതെങ്കിൽ കുട്ടികളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും, മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യും. അപ്പം രണ്ടുപേരുടെ ഭാഗത്തു നിന്നും കറക്റ്റ് ഒരു പ്രോപ്പർ വേയിൽ പോയില്ലെങ്കിൽ പലപ്പോഴും ഈ കോച്ചസും ഇങ്ങനെ കാണിക്കുന്നൊരു പ്രവണത കാണുന്നുണ്ട് ചില മത്സരങ്ങളിൽ തന്നെ. അവരെ കുട്ടികൾ, അതെ അതെ, അത് പല രീതിയിൽ കരാട്ടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. അപ്പോൾ അവരുടെ ഉദ്ദേശം നടന്നില്ലെങ്കിൽ അതിൻ്റെ ഫ്രസ്ട്രേഷനിൽ അവിടെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് നോക്കുന്ന ഒരാൾ നമ്മളെപ്പോഴും അവർക്ക് ഗ്രോത്തിന് എന്ത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്. അവർക്ക് അവരെ അക്കാഡമി വളർത്തുക, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസിനെ പിടിച്ച് അവർക്ക് കാശ് ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ ഒരു സ്കൂള് ട്യൂഷൻ സെൻ്ററൊക്കെ നടത്തുന്ന പോലെ ഒരു കരാട്ടെ സെൻറ്റർ നടത്തി പിള്ളേരെ പിടിച്ച് അങ്ങനെയുള്ളവരും കാണുമല്ലോ. അത് കാണും. പിന്നെ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അറിയില്ലാതെ ഇങ്ങനെ ഒരാൾ ഞാൻ പറഞ്ഞ ഇതായാലും അങ്ങനെയുള്ളതിനൊരു നല്ല സൈഡും മോശം സൈഡും ഉണ്ട്. ഏത് ബിസിനസ് ആയാലും എന്തായാലും അതിനൊരു നല്ല സൈഡും ഉണ്ട്, മോശം സൈഡും ഉണ്ട്. അവിടെ എത്രയും നല്ലൊരു കോച്ചിനെ, അത്രയും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പുള്ളിയെ കിട്ടുമ്പോഴത്തേക്കാണ് അവൻ്റെ വിജയം വന്നതും അങ്ങനെ ഒരു പാഷനേറ്റ് ഒരാളെപ്പോഴും ബാക്കിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പം ഇവൻ ഏതെങ്കിലും ഒരു ഫേസിൽ ഇവനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവൻ്റെ മിസ്റ്റേക്ക് അല്ല അത് തിരുത്താതെയായിരുന്നു കോച്ച് പോയിരുന്നെങ്കിൽ എന്തായാലും അത് മാത്രമല്ല, നമ്മൾ തോറ്റാൽ ഇപ്പം എല്ലാ കുട്ടികളിലും എല്ലാവരും കാണുന്നൊരു പ്രവണതയുണ്ട്. നമ്മളൊരു എക്സാമിന് തോറ്റു ആത്മഹത്യ ചെയ്യുന്നു. അതങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മൾ തോൽവി ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് വലിയൊരു ഫാക്ടറാണ് ഈ തോൽവി അക്സെപ്റ്റ് ചെയ്യാൻ. അത് ഈ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് നേരത്തെ ഈ ഇതിനൊന്നും പോകണ്ട, പഠിക്കാൻ ടൈം സ്പെൻഡ് ചെയ്യും, 10ാം ക്ലാസ് ആണെങ്കിൽ +2 ആണ്, പടി. അപ്പോൾ അവർക്ക് ഇതിനെ ബാക്കി സമൂഹത്തിലോടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അവർ കേട്ട് വന്നത് എന്താ, നല്ല മാർക്ക് മേടിച്ചോളണം, നല്ല മാർക്ക് മേടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഇപ്പോഴുള്ളതെന്ന് വെച്ചാൽ പഠിത്തം, പിന്നെ ഫോൺ, റീല്, അല്ലെങ്കിൽ പഠിത്തം, ഫോൺ, അതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നില്ല ആരും. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ പോലും ആരും സംസാരിക്കുന്നില്ല, ഒന്നുമില്ല. നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു സ്കൂൾ വിട്ട് വന്നിട്ട്. ഇപ്പോഴത്തേക്ക് ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂളിൽ പോയിട്ട് അവരെ ക്ലാസ് മുറിയിൽ കാണുന്ന, അവരെ ബെഞ്ചിലിരിക്കുന്ന അല്ലെങ്കിൽ ആ ക്ലാസ് മുറിയിലുള്ള ഫ്രണ്ട്സായിട്ട് ഒതുങ്ങിയൊക്കെയാണ്. നാട്ടിൽ ഫ്രണ്ട്സ് കുറവായിരിക്കും. അവർക്ക് വീട്ടിൽ വന്നിട്ട് അവർ ഫോൺ വഴിയുള്ള ഓൺലൈൻ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അവർക്ക് പുറത്തിറങ്ങി അവിടെയാണ് കരാട്ടയ്ക്കൊക്കെ വലിയൊരു കരാട്ടയ്ക്ക് നല്ല മാർഷൽ ആർട്സിനായാലും ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. പണ്ടത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കാൻ പോവും, മാവിൽ കല്ലെറിയാൻ പോവും, ഓടാൻ പോവും, സൈക്കിൾ ഓട്ടാൻ പോവും. അപ്പോൾ ഈ ശരീരവും മനസ്സും തമ്മിലൊരു കണക്ഷൻ
നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ശരീരത്തൊക്കെ ബിൽഡ് ആവുന്നുണ്ടായിരുന്നു. നമ്മളെ മുന്നത്തെ ജനറേഷനാണെങ്കിൽ അതിനപ്പുറം അവർ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഈ പണ്ടത്തെ ആൾക്കാരെയൊക്കെ ആ ഒരു ബോഡി സ്ട്രെങ്ത് കണ്ടാലും ഇപ്പോൾ ഈ തെങ്ങ് കയറ്റക്കാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ പറയില്ലേ ബോഡിയായാലും അവരുടെ ആ ഒരു അധ്വാനത്തിൻ്റെതാണ്. ഇപ്പം അങ്ങനെ അധ്വാനിക്കുന്ന ആരുണ്ട്? ലൈഫ് സ്റ്റൈൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയി ചേഞ്ച് ആയതുകൊണ്ട് പിള്ളേരും അതിനനുസരിച്ച് കായികക്ഷമത കുട്ടികൾക്ക് ഭയങ്കര കുറവായിരിക്കും ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസിലും ഏർപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വീക്കിലി. അതേപോലെ ഇപ്പം ജോലിക്കായാലും നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഓഫീസ് ജോബ്, അല്ലാണ്ട് നമ്മളൊരു പുറത്തേക്കുള്ള ഒരു ശരീരം അനങ്ങിയിട്ടുള്ള ഒരു പണിക്ക് നമ്മൾ ആരെങ്കിലും ജോബ്സാണ് എല്ലാവരും. അപ്പം അതുമില്ല. അപ്പം പിന്നെ ഇങ്ങനെയുള്ള ഒരു മാർഷൽ ആർട്സിനോട് പോവുക, പഠിക്കുക, അറിവുകൾ സമ്പാദിക്കുക, ബോഡിയും മൈൻഡും ഇതേപോലെ അടിപൊളിയാക്കി വെക്കാൻ പറ്റുക, അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഇല്ലേ? അത് ഇപ്പോഴുള്ള പാരൻസ് അവർക്കും ടൈം കിട്ടുന്നില്ല, അവരുടെ ജോലി തിരക്കും ഇതായിട്ട് അവർക്കും ടൈം കിട്ടുന്നില്ല. പിള്ളേരുടെ കാര്യമായാലും ഇങ്ങനെ പോകുന്നു. അപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഈ മാർഷൽ ആർട്സ്, കരാട്ടെ എന്നല്ല മാർഷൽ ആർട്സ്, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻവോൾവ് ആകുന്ന കളിക്കാൻ. ഇതൊരു മനുഷ്യനെ എന്തുമാത്രം ചേഞ്ച് ചെയ്യുമെന്നുള്ളത് നമുക്ക് ഇവനിലൂടെ അറിയാൻ പറ്റുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ചേഞ്ചാണ് അവനിക്ക് വന്നിട്ടുള്ളത്. അപ്പം അത് തന്നെയാണ് നമുക്ക് കാണിച്ചു തരാനുള്ളത് നിങ്ങൾക്ക് ഇല്ലേ? ആ ഒരു ചേഞ്ച് നമുക്ക് ചിലപ്പം പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അത് ഞാൻ ഇവനെ ചെറുതിലെ മുതലേ കാണുന്നതാണ്. എനിക്കിവൻ പോയിട്ടുള്ള എല്ലാ ഫേസും, ഇവൻ കുറേ നാൾ നമ്മുടെ കൂടെ നടന്നതും പിന്നെ അവൻ നമ്മളിൽ നിന്ന് പെട്ടെന്ന് മാറി അവൻ കുറച്ച് അവൻ്റെ കാര്യങ്ങളായിട്ട് അവൻ കരാട്ടെ ഇതൊക്കെ ആയിട്ട് പോകുന്നതും. അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണിൽ കാണുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഇവൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം മെച്ചേർഡായിട്ട് സംസാരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഈ പ്രായത്തിൽ എന്ത് ചെയ്തു. ഇപ്പോഴുള്ളൊരു ഈ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ അത്രയും പോലും അല്ല, അതിൻ്റെ താഴോട്ടായാലും പേരൻസ് ഓവർ കെയറിങ് ആണ്. മനസ്സിലായാലും കുട്ടികളെ ഒരു എല്ലാ കാര്യങ്ങളും പേരൻസ് അങ്ങ് ചെയ്ത് കൊടുത്തിട്ട് സേഫാക്കി വയ്ക്കുക. എൻ്റെ കുട്ടിക്ക് എല്ലാം ചെയ്ത് കൊടുക്കണം, ടോപ്പിൽ നിൽക്കണം. അപ്പോൾ കുറച്ച് നാൾ നന്നായിട്ട് പോകും. പക്ഷേ ഈ ഒരു ലെവലെത്തുമ്പോൾ കുട്ടിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ ഭയങ്കരമായിട്ട് കുറയും. സ്വന്തമായിട്ട് ഡിസിപ്ലിനായിട്ട് കാര്യം ചെയ്യാനുള്ളൊരു എബിലിറ്റി കുറയും. അപ്പോൾ കുട്ടികളെ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക. അതുപോലെ ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക, അതിൽ അവരെ വിട്ടുകൊടുക്കുക ചെയ്യാനായിട്ട്. അതിൽ പോയിട്ട് മറ്റ് ഇത് കുട്ടികളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലോ അതാണ്. അതിപ്പോൾ കളിക്കാൻ പുറത്തിറങ്ങിയ കാലൊടിയും, അങ്ങോട്ടും കളി നിർത്ത്, അങ്ങോട്ട് പോകരുത്, വെള്ളത്തിൽ ഇറങ്ങരുത്, ഒന്ന് വീണാലോ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ മുറുകിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ അത് അവർ വഴക്ക് പറയുന്ന, അതിന് പുറമെ അടിക്കുന്ന അങ്ങനത്തെ ഒരു പ്രവണത പാരൻസിന് കണ്ടുവരുന്നുണ്ട്. എല്ലാവരും ജനറലൈസ് ചെയ്തല്ല. അപ്പോഴത്തേക്ക് പിള്ളേരുടെ മനസ്സും മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ കുട്ടികൾ പോവുമെങ്കിൽ ചെയ്യായിരുന്നു. ഇപ്പം പോവാതിരിക്കാൻ വേണ്ടി ഫോണും കൊടുക്കും, കളിക്കാൻ പോണ്ട ഫോണ്, ഫുഡ് കഴിക്കാൻ ഫോണ്, വീട്ടിൽ നിന്ന് വന്ന ഉടനെ ബാഗും എല്ലാം വലിച്ചെറിയുന്നു, ഫോൺ എടുക്കുന്നു, സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ഇപ്പോൾ വേറൊരു കേസ് കൊണ്ടുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ കൂടുതലുണ്ട്. അപ്പോൾ പിന്നെ ഫുൾ ടൈം വരെ കയ്യിൽ ഇത് തന്നെയാണ്, വേറെ ഒരു ആക്ടിവിറ്റിയിലൊന്നും. പക്ഷെ അത് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല, കാരണം കാലം മാറുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആവേണ്ട. പക്ഷെ മാറണം. പക്ഷെ ഇതും കൂടെ ഇല്ല, വേറൊരു ആക്ടിവിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത്. ക്ലാസ് എന്നുള്ള പേരിൽ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇത് നോക്കുന്നു, പിന്നെ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ. അതായത് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പം ഈ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഇവർ ഒരു യൂസും ഇല്ലാത്ത എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് പോവാണ്. ഇവരെ പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ളതല്ലാത്ത ഒരുപാട് കണ്ടൻസ് ഇവർ ഡെയിലി കൺസ്യൂം ചെയ്യുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല ഇൻഫിനിറ്റ് കണ്ടൻസാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ബ്രെയിനൊരു ഇതുണ്ടാവും, ഒന്നിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല, പേഷ്യൻസ് ഭയങ്കരമായിട്ട് കുറയും, ഫോക്കസ് ഭയങ്കരമായിട്ട് കുറയും. ഇതൊക്കെ ഭയങ്കര റീഡിങ് സ്കില്ലിൻ്റെ കാര്യമല്ല. റീഡിങ് സ്കില്ലൊക്കെ ഇപ്പം പിള്ളേർക്ക് ആരെങ്കിലും വായിക്കുന്നുണ്ടോ? നമ്മളൊക്കെ പണ്ട് വെള്ളിയാഴ്ച ദിവസം കാത്തിരിക്കുമായിരുന്നു ബാലരമ വരാൻ വേണ്ടിയിട്ട്. എല്ലാ വെള്ളിയാഴ്ച പത്രത്തിൻ്റെ കൂടെ ബാലരമ വരുത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ മറ്റേ എന്തെങ്കിലും ബുക്ക് ഫേമസ് ആയി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി മാത്രം അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കും, എന്നിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് സ്റ്റോറി. അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ എല്ലാം വേണം, പക്ഷേ ചെറിയ കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരെ പേരൻസ് കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കും അവരെ ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് ഇതാക്കുന്നതിന് പകരം അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടുതൽ കൊടുക്കുക. ഇതുപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇപ്പോൾ കരാട്ടെ തന്നെ ചെയ്യണമെന്ന് ഒരു ഇതുമില്ല. എന്തെങ്കിലും ആക്ടിവിറ്റീസ് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു ഇത് കണ്ടുപിടിച്ച് ഇപ്പോൾ ഇതൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട്. അതായത് മീൻസ് ഈ കരാട്ടെ സെൻറ്ററുകൾ പഠിപ്പിക്കാനുള്ള ഇതൊക്കെ കൂടിക്കൂടി വരുന്നുണ്ടോ അതേ കുറഞ്ഞാണ് വരുന്നത്? ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ
നമുക്ക് ഇത്രയൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യാനുള്ളത്. ഇനി പറയേണ്ടത് ഇല്ല. പറയാനാണെങ്കിൽ നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇരിക്കുന്നവരുടെ പ്രശ്നമേ അതാണ് ബിഗ് മൗത്ത് തന്നെ അതാണല്ലോ, വലിയ ഭാവമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. നിങ്ങൾക്ക് ആദിലിനെ വീണ്ടും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഞങ്ങൾക്ക് വീണ്ടും കൊണ്ടുവരാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇത്രയും ചർച്ച ചെയ്യാനുള്ളത്. ഒരു കോച്ചായിട്ട് വേണമെങ്കിൽ അതും കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അഡ്മിഷൻസ് ആർ ഓപ്പൺ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. അവൻ ഇത്രയും അറിവുകൾ നമുക്ക് ഷെയർ ചെയ്ത് തന്നു. ഇതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. നമ്മളും ആരെയും കുറ്റപ്പെടുത്താനോ ഇതാക്കാനോ നിന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അറിയാതെ എന്തെങ്കിലും പറയാനുള്ളത്, പല കാര്യങ്ങളും ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക. കോമൺ ആയിട്ട് ഉള്ള കാര്യമായിട്ടുള്ള എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പല കാര്യങ്ങളും ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡയറ്റിൻ്റെ കാര്യമായാലും ബാക്കി പല കാര്യങ്ങളായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഈ കുട്ടികളുടെ കാര്യമായാലും എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, എനിക്ക് കിട്ടിയൊരു അറിവ് ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ മിസ്റ്റേക്ക് ഉണ്ടാവാം. നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അതെ. അപ്പോൾ അവൻ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞു. അതിൽ തെറ്റുകുറ്റങ്ങളുണ്ടാവാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അത് ആരെയും പേഴ്സണലായിട്ട് പറയാനോ ജനറലൈസ് ആക്കി പറയാനോ അല്ല, അത് അവൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഇത്. അപ്പോൾ ഇനി അടുത്ത ഒരു പോഡ്കാസ്റ്റുമായിട്ട് നമ്മൾ വരാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇത് പാതിരാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗുഡ് മോർണിംഗ് ടു. ഓക്കെ, ബൈ ബൈ. ബൈ.